അലഞ്ഞിടുവാൻ നിന്നെ അനുവദിക്കില്ല താതൻ, അനുപമ സ്നേഹത്തിൻ ഉറവിടമല്ലോ. അലഞ്ഞിടുവാൻ നിന്നെ അനുവദിക്കില്ല താതൻ, അനുപമ സ്നേഹത്തിൻ ഉറവിടമല്ലോ. അനുദിനമവൻ നമ്മെ കാത്തിടും തണലാൽ ആനന്ദമായെന്നും സുഭാഷിതം. പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. When he had called the people to himself with his disciples also, he said to them, whoever desires to come after me, let him deny himself and take up his cross and follow me. യേശു കർത്താവിൻ്റെ ഈ വാക്കുകൾ എഴുതിയിരിക്കുന്നത് മർക്കോസ് എഴുതിയ സുവിശേഷം 8:34 യേശു കർത്താവ് ഏതെല്ലാം പ്രദേശങ്ങളിൽ സഞ്ചരിച്ചുവോ അവിടങ്ങളിലെല്ലാം വലിയൊരു പുരുഷാരം യേശുവിനെ അനുഗമിച്ചിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ചും ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള ഉപദേശങ്ങളെക്കുറിച്ചും പറയുന്നതിനോടൊപ്പം രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, വിശന്നവർക്ക് ഭക്ഷണം നൽകി. ഇവയൊക്കെ അനുഭവിച്ച പുരുഷാരത്തിന് ഒരുപക്ഷെ യേശുവിനെ അനുഗമിക്കുവാൻ ചിലരെങ്കിലും താല്പര്യപ്പെട്ടിരുന്നിരിക്കാം. നാം വായിച്ച വാക്യത്തിൽ പുരുഷാരത്തെയും യേശുവിൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചു. മനുഷ്യഹൃദയത്തിലെ സകല ചിന്തനങ്ങളും വിചാരങ്ങളും വികാരങ്ങളും അറിയുന്ന കർത്താവ് അവരുടെ ഉള്ളം അറിഞ്ഞുകൊണ്ടായിരിക്കാം ഈ വാക്കുകൾ പറഞ്ഞത്. തന്നെ അനുഗമിക്കുവാൻ താല്പര്യപ്പെടുന്നവർ ചെയ്യേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമതായി അവൻ തന്നെ ത്യജിക്കണം. രണ്ടാമത്തെ കാര്യമാണ് തൻ്റെ ക്രൂശ് താൻ തന്നെ വഹിക്കണം. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയും. സ്വയം ത്യജിക്കുക അല്ലെങ്കിൽ സ്വയം നിഷേധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്കുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതം നയിക്കുന്നതാണോ? അല്ലെങ്കിൽ ഭക്ഷണമോ മറ്റേതെങ്കിലും താല്പര്യമുള്ള നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നതാണോ? തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ദൈവഹിതത്തിനായി സമർപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് അവിടുത്തെ സ്വഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറട്ടെ എന്നാണല്ലോ. ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആരെങ്കിലും നമ്മെ വേദനിപ്പിക്കുന്നു എന്നിരിക്കട്ടെ. സ്വാഭാവികമായും നമുക്കവരോട് ദേഷ്യമുണ്ടാകുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതികാരം ചെയ്യുവാൻ നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളും. ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് നമുക്ക് ത്യജനം ആവശ്യമായിരിക്കുന്നത്. യേശു പഠിപ്പിച്ചത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യേശു ഈ മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവ് പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അവരവരുടെ ക്രൂശ് എടുത്തുകൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കേണ്ടത്. ലൂക്കോസ് അത് ദിനംതോറും എന്നും കൂടെ ചേർത്തിരിക്കുന്നു. വേദനയുടെയും ലജ്ജയുടെയും മരണത്തിൻ്റെയും ഭയാനകമായ ഒരു പ്രതീകമാണ് കുരിശ്. യേശു കർത്താവ് കുരിശിൽ എങ്ങനെയാണോ മരിച്ചത്, അതേ പ്രതീകമാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത്. അതായത് നമ്മൾ സ്വയം നമ്മുടെ സ്വാർത്ഥ വഴികൾക്കും അഭിലാഷങ്ങൾക്കും മരിച്ചുവെന്ന് എല്ലാവർക്കും വ്യക്തമാകുന്ന വിധത്തിൽ എല്ലാ ദിവസവും നാം ജീവിക്കണം. സ്വയം നിഷേധിക്കുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു വശമാണെന്ന് നമുക്ക് പറയാം. കുരിശെടുക്കുന്നത് വിശ്വാസത്തെ രക്ഷിക്കുന്നതിൻ്റെ വശമാണ്. സ്വയം ത്യജിക്കുന്നതും കുരിശെടുക്കുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത
ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. യേശുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ തന്നെത്താൻ ത്യജിക്കുവാനും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് യേശുവിനെ അനുഗമിക്കുവാനും കഴിയുകയുള്ളൂ. ആകയാൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളെ തന്നെ ത്യജിച്ച് ഞങ്ങളുടെ ക്രൂശ് എടുത്ത് അങ്ങേ ദിനംതോറും അനുഗമിപ്പാൻ കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. കനിവേറും നാഥൻ ഏഴയെ സ്നേഹിച്ചോ, മറന്നിടുമോ ഞാനെൻ പ്രാണനിൻ സ്നേഹം. കനിവേറും നാഥൻ ഏഴയെ സ്നേഹിച്ചോ, മറന്നിടുമോ ഞാനെൻ പ്രാണനിൻ സ്നേഹം. കാണുന്നു ഞാനാ കാരുണ്യനാഥനെ, കാൽവരി ക്രൂശിൽ യാഗമായ സ്നേഹം. കാണുന്നു ഞാനാ കാരുണ്യനാഥനെ, കാൽവരി ക്രൂശിൽ യാഗമായ സ്നേഹം.